ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് പൂടൂർ റോട്ടിൽ കൊടുന്തിരപ്പള്ളി ജംഗ്ഷനാണ്. എല്ലാ സൗകര്യമുള്ളൊരു ജംഗ്ഷനാണ്. ഈ ഒരു റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. ഇതാണ് പ്രോപ്പർട്ടി. 4 സെൻറ്റ് സ്ഥലവും 1650 സ്ക്വയർ ഫീറ്റ് വീട്. കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് കേട്ടോ, കിഴക്ക് ഈസ്റ്റ് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത്. കാർ പോർച്ച് കാര്യങ്ങളെല്ലാ സൗകര്യങ്ങളുള്ള പ്രോപ്പർട്ടിയാണ്. 3 ബെഡ്റൂമുണ്ട്, 3ഉം അറ്റാച്ച്ഡ് ആണ്. ഹാള്, കിച്ചൺ എല്ലാം ഉണ്ട്. നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. നമ്മളോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ബസ് റൂട്ടിൽ നിന്ന് വളരെ നിയറസ്റ്റ് ആയിട്ട് അമ്മയ്ക്കും അച്ഛനയ്ക്കും വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റിക്ക് അകത്ത് കിട്ടുന്ന പോലത്തെ ഒരു വീട്, അതിന് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. ഈ കാണിച്ചിരിക്കുന്ന കണക്ഷൻ ഇപ്പോൾ എല്ലാ വീടുകളിലും കണക്ട് ചെയ്ത് വിട്ടിട്ട് പോയിട്ടുണ്ട്. ഇതുവരെ വെള്ളം അവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷേ ആ വെള്ളം വരുന്നുണ്ട്. ഇവിടെ എല്ലാം ബോർവെല്ലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ വീടുകളിലേക്കും ബോർവെൽ വെള്ളമാണുള്ളത്. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കി അത്യാവശ്യം ഗാർഡനിങ് ചെയ്യാനുള്ള കുറച്ച് സ്പേസും കാര്യങ്ങളും കാണാം. ഫ്രണ്ടിൽ കാർ പോർച്ചിന് വേണ്ടി ഷീറ്റ് ഇട്ട പോലെ തന്നെ ഇവിടെ ജസ്റ്റ് ഒരു ചെറിയ രീതിയിൽ ഷീറ്റ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അലക്കുകല്ലുണ്ട്. ഇവിടെ നിന്ന് മേലേക്ക് കയറാനുള്ള സ്റ്റെയറിൻ്റെ ഇത് കൊടുത്തിരിക്കുന്ന ഏറ്റവും ടോപ്പിലേക്ക് ഇട്ട് അത് നമുക്ക് ലാസ്റ്റ് വരുമ്പോൾ കയറാം. ഇപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കാം. ഇവിടെ അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെ അവർ നട്ടു വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡിൽ കുറച്ച് കാണുന്നുണ്ട്. ഇവിടെ ഡ്രൈനേജ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉള്ളത് ബാക്ക് സൈഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ഇന്നും ഐഫു അടിച്ചു പൊളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നും അവൾ എൻ്റെ കൂടെ വെളിയിലോട്ടൊന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അത്യാവശ്യം ഇവിടെയും സ്പേസ് നമുക്ക് കാണാം. ഇവിടെ കാർ പോർച്ച് കണ്ടത് നമ്മുടെ കാർ നമ്മൾ കയറി നിർത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു കാർ പോർച്ച് തന്നെയാണ്. അതിന് മഴവെള്ളമൊക്കെ വീഴുമ്പോൾ അധികം സൗണ്ട് കിട്ടാത്ത രീതിയിലുള്ള ഷീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നേരെ സ്ട്രെയിറ്റ് റോഡ്. ഇവിടുന്ന് ഏകദേശം 100 മീറ്റർ മാത്രം ഡിസ്റ്റൻസേ ഉള്ളൂ, നമുക്ക് ബസ് റൂട്ടിലേക്ക് എത്താൻ പറ്റും. ഇഷ്ടം പോലെ വീടുകളുണ്ട്. പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു കമ്മ്യൂണിറ്റിക്കകത്തായിട്ട് റിട്ടയർമെൻറ്റ് ലൈഫിന് പറ്റിയ മാതിരി ഒരു പ്രോപ്പർട്ടി ഉണ്ടോയെന്ന്. ചെറിയൊരു പ്രോപ്പർട്ടി, എല്ലാ സൗകര്യങ്ങളും കൂടിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. ഇവിടെ നമുക്ക് കയറുമ്പോൾ തന്നെ അത്യാവശ്യം വലുപ്പമുള്ളൊരു സിറ്റ് ഔട്ട്, ഷൂ റാക്കും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ഇവിടെ നമുക്ക് വെളിയിലുള്ള ഡോറിലും വിൻഡോസിലും എല്ലാം മോസ്കിറ്റോ നെറ്റ് കാണാം. അതുകൊണ്ട് കൊതുകിൻ്റെ ഒരു ഉള്ളിലേക്കുള്ള വരവ് കുറഞ്ഞ് കാണാം. ഇവിടെ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ലിവിങ് സ്പേസ് കിട്ടുന്നുണ്ട്, ലിവിങ് ഏരിയ കിട്ടുന്നുണ്ട്. അതിനോട് ചേർന്ന് ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു ബെഡ്റൂമാണുള്ളത്. ഈ റൂമിൽ തന്നെ അവർ ടിവിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം കിടന്നുകൊണ്ട് കാണാം, ഒരു വൈബല്ലേ. ഇവിടെ കബോർഡുകളും കാര്യങ്ങളും ഫിക്സഡ് ആണ്. ഇതൊരു സെമി ഫർണിഷ്ഡ് വീടാണ് കേട്ടോ. ഇതിൽ ഈ ലൈറ്റുകൾ, ഫാനുകൾ, അതുപോലെ തന്നെ ഇതിൽ ഗീസർ കാര്യങ്ങൾ ഇതൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. ഇതെല്ലാം ചേർത്ത് തന്നെയാണ് ഇവർ കൊടുക്കുന്നത്. ഇതിലാകെ ഫ്രിഡ്ജ്, അതുപോലെ കുറച്ച് ഐറ്റംസ്, അവർ മൂവബിൾ ഐറ്റംസ് മാത്രമേ അവർ കൊണ്ടുള്ളൂ. ഫാന്, അതുപോലെ ലൈറ്റ്സ് കാര്യങ്ങൾ എല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും. ലിവിങ് സ്പേസിനോട് ചേർന്ന് ഇവിടെ നമുക്ക് ഡൈനിങ് സ്പേസ് കാണാം. അതുപോലെ ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഈവൻ ഫാന്, അതുപോലെ കിച്ചണിലെ ഗ്യാസ് സ്റ്റവ്, അതിൻ്റെ മേലേക്കുള്ള ആ ഒരു എയർ വെളിയിലോട്ട് കളയുന്ന ഐറ്റം എല്ലാം നമുക്കിവിടെ ഉണ്ടാവും. ഫ്രിഡ്ജൊക്കെ അവർ കൊണ്ടുപോകും, മൂവബിൾ ഐറ്റംസൊക്കെ അവർ കൊണ്ടുപോകും. ഈ വാട്ടർ ഫിൽറ്റർ അവർ കൊണ്ടുപോകും. അങ്ങനെ മൂവബിൾ ഐറ്റംസൊക്കെ കൊണ്ടുപോകും. ബാക്കിയെല്ലാം നമുക്കിവിടെ ഉണ്ടാവും. ഓക്കെ, നല്ലൊരു മോഡുലാർ കിച്ചൺ ടൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം നമുക്കിവിടെ ഉണ്ടാവും. ഒരു സെമി ഫർണിഷ്ഡ് ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ടാവും. ബാക്കി മൂവബിൾ ഐറ്റംസൊക്കെ അവർ കൊണ്ടുപോകും. ഇവിടെ കിച്ചണിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാനുള്ളത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രസ് വർക്ക് ആൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരു വർക്ക് ഏരിയ സെറ്റപ്പ് വേണമെങ്കിൽ ഇവിടെ നമുക്ക് എടുക്കാനും സാധിക്കും അല്ലേ. ഇഷ്ടംപോലെ വീടുകൾ. എല്ലാ ഡോറിലും മോസ്കിറ്റോ നെറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫാബറിൻ്റെയാണ് ആ ഒരു സ്റ്റവ്, അതിൻ്റെ മേലേക്കുള്ള പുകയൊക്കെ നമുക്ക് വെളിയിലോട്ട് കളയാനുള്ളതൊക്കെ, എക്സോസ്റ്റും. അപ്പോൾ ഇവിടെ നമുക്കിതാ ഐഫോ അവിടെ നമുക്ക് ഇടയിൽ ഗ്യാപ്പിലൂടെ നോക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ മിററിലൊക്കെ വന്നിട്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ഇവിടെ മേലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഇവിടെ ഫിക്സഡ് ആണ്. ഇതെല്ലാം നമുക്കിവിടെ ഇതിനോട് ചേർന്ന് കിട്ടുന്നത് തന്നെയാണ്. ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞ പോലെ 4 സെൻറ്റ് സ്ഥലം 1650 സ്ക്വയർ ഫീറ്റുള്ള ഈ ഒരു 3 BHK ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് 62 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, ഹൈവേ നമ്മുടെ ബസ് റൂട്ടിൽ നിന്ന് വെറും ഒരു 100 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി കാണുന്നത്. ഇവിടെ ഹാൻഡ് റെയിലൊക്കെ കൊടുത്തിരിക്കുന്ന നല്ല സ്റ്റീലിൻ്റെ നല്ലൊരു ഹാൻഡ് റെയിലാണ് സ്റ്റെയർ കേസിലേക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ മേലൊരു ചെറിയൊരു ലിവിങ് ഏരിയ, ഫാമിലി ലിവിങ് സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ ബെഡ്റൂം ഒരു നീളത്തിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. AC ഒക്കെ അവർ കൊണ്ടുപോകും, ബാക്കിയെല്ലാം ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടോ. AC ഒക്കെ അവർ കൊണ്ടുപോകും, ബാക്കിയൊക്കെ ഇവിടെ ഉണ്ടാവും. ലൈറ്റും കാര്യങ്ങളും ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. AC അവർ കൊണ്ടുവന്ന് പറഞ്ഞു, ഓപ്ഷനിലാണ്, എന്നാലും കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ബെഡ്റൂമിന് അറ്റാച്ച് ആയിട്ടുള്ള ബാത്റൂം നോക്കാം.
ഇതിലെല്ലാം ഗീസർ കൊടുത്തിട്ടുണ്ട്, ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും വാഷ്റൂം. ഇവിടെയാണ് യൂറോപ്യൻ ടൈപ്പുള്ള ക്ലോസറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ലൈറ്റ് കണ്ടില്ലേ, അതിനോട് മേലെ ചേർന്ന് കൊടുക്കുമ്പോൾ ഭംഗിയായിട്ടുള്ള ഗ്ലാസും കാര്യങ്ങളൊക്കെ വളരെ ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇനി ഇവിടുന്ന് ഈ ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്കിവിടെ അടുത്ത ബെഡ്റൂം കാണാം. ഇതും അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു റൂം തന്നെയാണ്. ഈ 2 ബെഡ്റൂം 2 സൈഡായിട്ട് കൊടുത്തിട്ട് കുറച്ച് നീളത്തിലാണ് കൊടുത്തതെന്നുള്ളൂ, പക്ഷേ എല്ലാവരും സൗകര്യമുണ്ട്. ഇവിടെ നമുക്ക് കാണാം അല്ലേ, കബോർഡ് കാര്യങ്ങളൊക്കെ ഫിക്സഡ് ആണ്. ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. മൂവബിൾ ഐറ്റംസ് മാത്രമാണ് കൊണ്ടുപോവുക. അപ്പോൾ ഇവിടെ അടുത്ത ബാത്റൂം. അപ്പോൾ ടോട്ടൽ 3 ബെഡ്റൂം, 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. കണ്ടില്ലേ, ഇതും പ്രത്യേകതരം ലൈറ്റ്. ഓരോ വാഷ്റൂമിനകത്തും വേറെ വേറെ ലൈറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാഷ്റൂമിനകത്ത് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എണീക്കാനും ഇരിക്കാനൊക്കെ ആയിട്ട് ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട് പിടിക്കാനായിട്ട്. ആണല്ലേ, വൈറ്റ് കളറുള്ള ഹാൻഡിൽ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ കബോർഡ്. ഓക്കെ, ഇത് ഈ ഒരു ബെഡ്റൂമിലാണ് ഇവിടെ ഇത്രയും വലിയൊരു കബോർഡ് ഉള്ളത്. ഇത് മൂവബിളല്ല, ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഇതും നമ്മൾ മേടിക്കുന്ന ആൾക്ക് ഇത് ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ടോട്ടലി നമ്മൾ കണ്ടു, വീട്ടിൽ ഇവിടെ ഒരു ബാൽക്കണി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഫാമിലി ലിവിങ് ഏരിയ നമുക്ക് വെളിയിറങ്ങിയ ബാൽക്കണി. ഇവിടെ നമുക്ക് നേരെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീട്ടിലോട്ടുള്ള ഈ ഒരു കോളനിക്കുള്ള ശരിക്കും വഴി, ഈ ഒരു ഹൗസിംഗ് കോളനിക്കുള്ള നേരെ വഴി ഈ വീട്ടിലേക്കാണ് കയറി വരുന്നത് കേട്ടോ. ആണല്ലേ, ഇഷ്ടംപോലെ വീടുകൾ ചുറ്റുവട്ടമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വഴി, ഈ സ്റ്റെയർ വഴിയാണ് വെളിയിൽ നിന്നാണ് കയറാനുള്ളത് ഏറ്റവും ടോപ്പിലേക്ക്. ഏറ്റവും ടോപ്പിലാണ് ടാങ്ക് കൊടുത്തിരിക്കുന്നത്. ഇതാണിപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഏരിയ. ഇവിടെ പിന്നെ പാരപ്പറ്റ് ഹൈറ്റിൽ കൊടുത്തിട്ടില്ല കേട്ടോ, ചെറിയ രീതിയിൽ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ പാരപ്പറ്റ് ഹൈറ്റിലേക്ക് മാറ്റിയെടുക്കാം. അല്ലേ, അടിപൊളിയായിട്ട് ഫുള്ള് അടുത്തടുത്തായിട്ട്. ഏകദേശം ഈ ഒരു കോളനി പറയുമ്പോൾ ഒരു 10-15 വീടുകളേ ഉള്ളൂ. പക്ഷെ നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ഫാമിലി എൻവയോൺമെൻറ്റ് ഇവിടെ എടുക്കാൻ പറ്റും. കാരണം ഏതും വീടുകളും തമ്മിൽ മതിലുകളോ കാര്യങ്ങളോ ആയിട്ട് ഭാഗിച്ചിട്ടില്ല. എല്ലാവരും ഒരേ കോമ്പൗണ്ടിൽ ഇരിക്കുന്ന പോലെയാണ് ഈ ഒരു ഇതിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ നിന്ന് നമുക്ക് നേരെ റോഡ് കാണാം കേട്ടോ. അവിടെ നമ്മൾ പെട്രോൾ പമ്പ് കാണില്ലേ, ഭാരത് പെട്രോൾ പമ്പിൻ്റെ ആ ഒരു വ്യൂ നമുക്ക് കാണുന്നുണ്ട് അവിടെ. കണ്ടില്ലേ, ഇത്രയും അടുത്താണ്. അത് റോഡാണ്. അപ്പോൾ 100 മീറ്റർ മതി, നമ്മൾ കാണാൻ ദൂരത്താണ് നമ്മൾ റോഡുള്ളത്. വെറും ഈ ഒരു വീട്ടിനോട് നോക്കുമ്പോൾ 100 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ അങ്ങോട്ടേക്കുള്ളൂ. ചെറു പ്രോപ്പർട്ടിക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ പോലും അങ്ങോട്ടേക്ക് എത്താനില്ല. മേഴ്സി കോളേജിലേക്ക് ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. കൊടുന്നരപ്പള്ളി ജംഗ്ഷൻ, എല്ലാ സൗകര്യങ്ങളുള്ള കൊടുന്നരപ്പള്ളി ജംഗ്ഷനിലേക്ക് ഒരു 300 മീറ്റർ മാത്രമാണ് ഇവിടെ ദൂരമുള്ളൂ. ഒരു 5 കിലോമീറ്റേഴ്സിന് അണ്ടറിൽ മാത്രമേ ഉള്ളൂ നമുക്ക് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്താനുള്ള ദൂരം. പക്ഷേ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് 62 ലക്ഷം രൂപയാണ്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ അതിനുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.